അങ്ങനെ ഹോം സ്റ്റേയുടെ പിന്നിലുള്ള ഗുഹയിൽ അവിടുത്തെ കുട്ടി കൂട്ടുകാരോടൊപ്പം ഇല്ലാത്ത വഴിയുണ്ടാക്കി ഗുഹയിൽ പോയി അവിടെ പ്രപഞ്ചം കാത്തുവെച്ച അമൂല്യമായ കല്ലുപാറകളായ സ്റ്റലഗ്മെറ്റീസും സ്റ്റലക്സിറ്റീസിന്റെയും അതുല്യമായ തിളക്കവും ആ കല്ലുകൊണ്ട് പ്രകൃതി ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തീർത്ത ഒരു യൂണിവേഴ്സൽ ആർട്ട് വർക്ക് ആസ്വദിച്ച ശേഷം തിരിച്ച് ഹോം സ്റ്റേയിൽ എത്തി ഡിന്നർ കഴിച്ച് ശേഷം ബ്രോ പറഞ്ഞ രണ്ടാമത്തെ കേവിലൊക്കെയാണ് ഇനി ബ്രോയുടെ കൂടെയുള്ള ഈ മോർണിംഗ് വാക്ക്. ബ്രോ ഒരു ബിസി പേഴ്സൺ ആണ്. അവിടെ അടയ്ക്ക പറയാണ് ജോലി. ഒരു ദിവസം 1500 രൂപ കിട്ടുമെന്നാണ് ബ്രോ പറഞ്ഞത്. അതിരുകളില്ലാത്ത വീടുകളും അതിരുകളില്ലാത്ത സ്നേഹത്തോടെ പരസ്പര ഐക്യത്തോടെ ജീവിക്കുന്ന മനുഷ്യരും അവരാണ് യഥാർത്ഥത്തിൽ ഗാരോ ഹിൽസിനെ ഏറ്റവും മനോഹരമായി നിലനിർത്തുന്നത്. ഈ വിറക് ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് മഴക്കാലത്ത് കത്തിക്കാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. പോകുന്ന വഴിയിൽ അടയ്ക്കാമരം നിരനിരയായി കാണാം. അങ്ങനെ മുന്നോട്ട് നടന്നാൽ പിന്നെ കാണുന്നത് പേരിന് മാത്രം വെള്ളമുള്ള അരുവി. അത് മറികടന്ന് മുന്നോട്ട് നടന്നു പോയാൽ പിന്നെ കാണുന്നത് സൂര്യൻ ഉദിച്ച് നമ്മളെ സ്വാഗതം ചെയ്യുന്ന പോലെയാണ്. ചുറ്റും കാടിന്റെ ശാന്തത, ചെറിയ അരുവികളുടെ ശബ്ദവും അതൊക്കെ കേട്ട് കാടിന്റെ നടുവിലൂടെ നടക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മളും ആ പ്രകൃതിയും കൂട്ടുകാരായി മാറുന്നതാണ്. അങ്ങനെ നടന്നുപോയി ഞങ്ങൾ മറ്റൊരു അരുവിയുടെ മുന്നിലെത്തി. അതിൽ കുറെ കൂടെ വെള്ളം ഒഴുകിപ്പോകുന്നു. ഞാൻ ഇവിടം കഴിഞ്ഞതും ഒരു ചെറിയ പാലം കണ്ടു. അപ്പോൾ വെള്ളത്തിലൂടെയുള്ള നടത്തം ഇതോടെ തീർന്നു എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ കാലൊക്കെ തട്ടി സോക്സ് ഇടാൻ നിന്നപ്പോഴാണ് കാണുന്നത് ദേ മുന്നിൽ പിന്നെയും വെള്ളം. എൻ്റെ കാലിലാണെങ്കിൽ കല്ല് കുത്തിയിട്ട് ആകെ ഒരു വേദനയാണ്. ഇന്നലെ ഗുഹയ്ക്കുള്ളിൽ നടന്നതുകൂടി ആയതുകൊണ്ട് ഗ്യാപ്പ് കിട്ടിയ ഷൂ ഇടാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ. ഞങ്ങളുടെ കൂടെയുള്ള ബ്രോയാണെങ്കിൽ പെട്ടെന്ന് ആ ഗുഹയെല്ലാം കാണിച്ചു തന്ന ശേഷം ആൾക്ക് അടയ്ക്ക പറിക്കാൻ പോകേണ്ടതുണ്ട്. ഇത് ബ്രോയുടെ ഫ്രണ്ടാണ്. ആളെ കമ്പനിയായി കൂടെ കൂട്ടിയതാണ്. അതൊക്കെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഗാരോ ഹിൽസിന്റെ കാടുകൾക്കിടയിൽ മാപ്പിൽ പോലും എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത ഞങ്ങൾ കണ്ടെത്തിയ രണ്ടാമത്തെ രഹസ്യ ഗുഹ. എന്തൊക്കെയാണെങ്കിലും ഈ കാടുകളിലൂടെ ഇത്രയും ദൂരം നടന്നു ചെന്ന് ഇതുപോലെ നൂറ്റാണ്ടുകൾ കൊണ്ട് പ്രകൃതി തീർത്ത ഗുഹയും ആ ഗുഹയ്ക്ക് അകത്ത് പ്രപഞ്ചം ഒളിപ്പിച്ചു വെച്ച കണ്ണഞ്ചിപ്പിക്കുന്ന നിർമ്മിതികൾ കാണാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ. മൊബൈൽ ഫ്ലാഷിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ കണ്ടത് സ്റ്റലഗ്മെറ്റീസും സ്റ്റലക്സിറ്റീസും, അതും പല രൂപത്തിൽ. ഒരു കലാകാരൻ ഇതിന്റെ അകത്തേക്ക് കയറി ഇവിടെ താമസിച്ച് കൊത്തിവെച്ചതുപോലെ. മുന്നോട്ട് വീണ്ടും നടന്നപ്പോൾ പിന്നെ കണ്ടത് വ്യത്യസ്ത നിറങ്ങളുള്ള ആ ചുണ്ണാമ്പ് കല്ലുകളുടെ ഒരു കൂടിച്ചേരലാണ്. അതൊക്കെ ഒന്ന് വന്ന് നേരിട്ട് തൊട്ടുനോക്കി അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്.
It's like gilt, yeah. Shining so. ശരിക്കും തിളങ്ങുന്ന ഡയമണ്ട് കല്ലുകൾ ഇവിടെ പതിപ്പിച്ചു വെച്ചതുപോലെ. There. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു സാധാരണ പാറക്കെട്ട് പോലെ മാത്രം തോന്നും. പക്ഷേ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊരു ലോകമാണ്. ചുറ്റും വമ്പൻ പാറക്കെട്ടുകൾ, പ്രകൃതിയുടെ കൊത്തുപണികൾ കൊണ്ട് രൂപപ്പെട്ട ശിലാരൂപങ്ങൾ. അവയൊക്കെ നോക്കി നടക്കുമ്പോൾ ആ നിശബ്ദതയ്ക്ക് പോലും ഒരു ശബ്ദമുണ്ടെന്ന് നമുക്ക് ഒരു നിമിഷം തോന്നിപ്പോകുന്നതാണ്. ഓരോ വളവിന്റെ പിന്നിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു കൗതുകമാണ് ഇതിലൂടെ നടക്കുമ്പോൾ മനസ്സിൽ. മുൻപ് കണ്ട ഗുഹകളെ പോലെ ഇവിടെയും ചില സ്റ്റലാക്സൈറ്റീസും സ്റ്റലാഗ്മൈറ്റീസും കാണാം. Water. ഗുഹയുടെ ആഴങ്ങളിലേക്ക് കടന്നപ്പോൾ മറ്റൊരു അത്ഭുതം കൂടി ഞങ്ങളെ കാത്തിരുന്നു. നമ്മുടെ കാലുകൾക്ക് താഴെ പാറകൾക്കിടയിലൂടെ ശാന്തമായി ഒഴുകിപ്പോകുന്ന വെള്ളം. ആ വെള്ളത്തിന്റെ നേർത്ത ശബ്ദവും ഗുഹയുടെ എക്കോവും ചേർന്ന് ഒരു തരം പ്രകൃതി സംഗീതമായിരുന്നു പിന്നീട് ഞങ്ങൾ കേട്ടത്. അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്നാൽ പിന്നെയും കാണുന്നത് ഈർപ്പം നിറഞ്ഞ കുറേ ശിലകളാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഗോൾഡ് പൂശിയ കല്ലും പാറകളും അതുപോലെ ഡയമണ്ട് പോലെ തിളങ്ങുന്ന കൽരൂപങ്ങളും ഒക്കെയാണ് അവിടെ കാണാൻ കഴിയുക. I think this type of stone only in Bro, this type of stone only in Garo Hills. Oh yeah. Only in Garo Hills. No everywhere. Shillong, Pasha Hills, no. Only in Garo Hills. ഏകദേശം 3-4 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് ഈ ഗുഹയുടെ ഉൾഭാഗം നടന്ന് കാണാൻ. അതുമാത്രമല്ല ഒരുപാട് വഴികളും കാണാൻ സാധിക്കും. അതിൽ ശരിയായ ഡയറക്ഷൻ ഞങ്ങളുടെ കൂടെ വന്നവർക്ക് നല്ല പോലെ അറിയാവുന്നത് കൊണ്ട് അധികം ചുറ്റിക്കാതെ ഗുഹയുടെ പ്രധാന ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. Small like a tiles. Oh, so beautiful. Yes. It's used for home decoration. Like a teak, Yeah, like that. like a tiles.
like a seed. Like a seed, like a rice, like a seed. Oh, shell. This shell? No, stone. No. പിന്നെ നടക്കുമ്പോൾ ടോർച്ച് അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് കൂടെ കരുതണം. മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് മാത്രം ആശ്രയിക്കുന്നത് അത്ര സേഫല്ല. ഞങ്ങൾ പോയത് കൂടെ വന്ന ആ കൂട്ടുകാർക്ക് ഈ ഗുഹയുടെ ജോഗ്രഫി നല്ലപോലെ അറിയാമെന്ന കോൺഫിഡൻസിൽ മാത്രമാണ്. കുറച്ചു സമയം നിവർന്നും പിന്നെ കുറച്ചു ഭാഗങ്ങളിൽ കുനിഞ്ഞും വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെയാണ് ഈ ഗുഹയുടെ ഒരു കിടപ്പുവശം. ഇവിടെ എവിടെ നോക്കിയാലും കാണുന്നത് കളർഫുൾ ഷൈനിങ് സ്റ്റോൺസ് ആണ്. അതും കാണുന്നവരെ ആ ഗുഹയ്ക്കുള്ളിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ഗിൽട്ടഡ് സ്റ്റോൺസിന്റെ ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. ചില നിമിഷങ്ങളിൽ സമയം പോലും നിശ്ചലമായെന്ന് തോന്നി. പുറത്തുള്ള ലോകം എവിടെയോ വളരെ ദൂരെയാണെന്നും ഞങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പുരാതന കാലത്താണ് നിൽക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഈ കേവിന്റെ എൻഡിങ് സ്പോട്ടിലെത്താൻ ഏകദേശം 4 മണിക്കൂറോളം പോകാനുണ്ടെന്നാണ് ബ്രോ പറഞ്ഞത്. അതുകൊണ്ട് 6-7 പേർ ഒരുമിച്ച് പോകുന്നതാണ് കുറച്ചുകൂടി സേഫ്. കാരണം കേവിനുള്ളിലേക്ക് പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ വഴി മാറിപ്പോകാനും തിരിച്ചു വരുമ്പോൾ വഴി തെറ്റാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിയും ഉള്ളിലേക്ക് പോകാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഈ കേവിനുള്ളിൽ കാണുന്ന ഓരോ കൊത്തുപണികളും വർഷങ്ങളെടുത്ത് പ്രകൃതി തന്നെ കൊത്തിവെച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ അതിന് കേടുപാടുകൾ വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ കല്ല് കാണുമ്പോൾ ഡയമണ്ടിന്റെ ഒരു കുഞ്ഞു മല പോലെയുണ്ട്. കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി കെട്ടിവെച്ചതുപോലെയും. വെളിച്ചം ആ കല്ലുകളിൽ തട്ടുമ്പോഴൊക്കെ അതിന്റെ ഭംഗി പിന്നെയും മാറുന്നുണ്ട്. Kerala people really come to see it? Diamond. Bro, come back. അങ്ങനെ കേവിന്റെ ഏകദേശം അവസാനം എത്തിയപ്പോഴാണ് ബ്രോ ഞങ്ങളോട് ഇതൊന്ന് കണ്ടിട്ട് പോകൂ എന്ന് പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തോന്നിയത് പാമ്പും കോണിയും കളിക്കുന്നതിന്റെ ആ രൂപം പോലെയായിരുന്നു. പക്ഷേ കുറച്ചുകൂടി നോക്കിയപ്പോൾ ഇത് കേവിനുള്ളിലെ ഒരു റൂട്ട് മാപ്പ് പോലെയും ഒരു സിഗ്നൽ പോലെയും തോന്നി. ശരിയായ ഡയറക്ഷനിൽ പോയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ഒരു ടൈം ട്രാവലർ പോലെ ആയി മാറും. ഒരേ സ്ഥലത്ത് തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പോയ വഴിയാണോ വരേണ്ട വഴിയാണോ എന്നൊന്നും മനസ്സിലാകാത്ത അവസ്ഥയിൽ പെട്ടുപോകുന്നതാണ്. അതുകൊണ്ട് പ്രകൃതി തന്നെ തുടക്കത്തിൽ ഒരു മാപ്പ് കാണിച്ചു തന്നതാണോ എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി. കാരണം കേവിനുള്ളിലേക്ക് പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ വഴി മാറാനും തിരിച്ചു വരുമ്പോൾ വഴി തെറ്റാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെ പെട്ടാൽ സമയം പോലും അറിയാതെ പേടിച്ച് ഒരു ലൂപ്പിൽ പെട്ട അവസ്ഥയായിരിക്കും പിന്നീട്. ഫ്രണ്ട്സ്, ശരിക്കും വണ്ടർ അടിച്ചു പോയി. നല്ല ഷൈനിങ് സ്റ്റോൺസ്, ഒരു വെറൈറ്റി കളേഴ്സിലുള്ള സ്റ്റോൺസ്, എന്താ പറയുക, ഡയമണ്ട്സ് പോലെ തിളങ്ങുന്നുണ്ട്. അതോടൊപ്പം
വെറൈറ്റി കളേഴ്സ് ഓഫ് സ്റ്റോൺസ് ആണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇതിനടിയിൽ വെള്ളമുണ്ട്. നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ, അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഫ്രണ്ട്സ്. നല്ല തണുപ്പും നല്ല ഫുൾ ഇരുട്ടാണ്, ലൈറ്റ്സ് കാര്യങ്ങളില്ലാതെ പോകാൻ പറ്റില്ല. പക്ഷേ ശരിക്കും ഞങ്ങൾ അടിപൊളി എൻജോയ് ചെയ്തു. ഷൂട്ട് അകത്തോട്ട് പോകാൻ പറ്റില്ല, ഷൂട്ട് കുറച്ച് ദൂരം മാത്രമേ പോകാൻ പറ്റുള്ളൂ. ചെരുപ്പ് മാത്രമേ അല്ലെങ്കിൽ വിത്തൗട്ട് ചെരുപ്പില്ലാതെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെരുപ്പില്ലാതെ തന്നെ പോയത്. കുറച്ച് ദൂരം പോകുമ്പോൾ അവിടെ അങ്ങനെ വെള്ളമാണ്. ആ വെള്ളത്തിൽ വെള്ളം പറഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ ഏകദേശം ഈ ഒരു ലെവലിലുണ്ട്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ ഷൂ എന്തായാലും അഴിച്ചു വെക്കണം. പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്രണ്ട്സ്. ആദ്യം കണ്ട കേവിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് ഈ ഒരു കേവ്. പക്ഷേ ഞങ്ങൾക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ചും കൂടെ പോകുന്തോറും നാരമാണ്, ഇടുങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടൊക്കെ വേണം പോകാൻ. പക്ഷെ ശരിക്കും ഞങ്ങൾക്കത് മിസ് ചെയ്തു. കാരണം ആ ഒരു അഡ്വഞ്ചർ ഞങ്ങൾക്ക് മിസ് ചെയ്തു. ഞങ്ങൾക്കൊരു ടീം ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ ബ്രോ പറഞ്ഞ സേഫ് അല്ല എന്നാണ്. നമുക്ക് കുറച്ച് ഒരു 8-10 പേരുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. കാരണം നല്ലൊരു വ്യൂ ആണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത് ബ്രോ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ പോലെ